Hi all. Today we are going to study one of the important area in the first module, that is management information system. That is, we can say MIS. MIS. So we know that information is a valuable asset to any organization, especially in the present business world. They need lot of information for taking various decisions and quick decisions. It is very important to survive in the market, especially in this type of competitive world. For that, they need lot of information. So, information system is the most important resources for the management and decision making. സോ അപ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് എന്ത്, ഇൻഫോർമേഷൻ. കാരണം അവർക്ക് ഒരുപാട് തീരുമാനങ്ങൾ പെട്ടെന്ന് ഈ മാറി വരുന്ന ഈ വളരെ കോമ്പറ്റീറ്റീവായ ബിസിനസ് വേൾഡിൽ ഒരുപാട് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. അതിന് അവർക്ക് ആവശ്യം എന്താണ്, ഇൻഫോർമേഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് MIS അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, മാനേജ്മെൻറ്റിന് ആവശ്യമായ നല്ലൊരു ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതിന് ഒരു നല്ല സിസ്റ്റം ആവശ്യമാണ്. സോ ദാറ്റ് ഈസ് MIS. അപ്പോൾ എന്താണ് MIS എന്നതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. ഓരോ ബിസിനസ് സ്ഥാപനത്തിലും ഇന്ന് MISന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ വാട്ട് ഈസ് MIS? ഫസ്റ്റ് മീനിങ് നമുക്ക് നോക്കാം. MIS is the term given to the discipline focused on the integration of computer system with the aims and objectives of the organization. ഇത് വളരെ പുതുതായിട്ട് വന്നിട്ടൊരു ഡിസിപ്ലിനാണ്, ഒരു പഠനശാഖയാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിനും എയിംസിനും അനുസരിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് നമ്മൾ സ്ഥാപനത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ MIS എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി പ്രോസസ്സ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു MIS എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. And another meaning, MIS is an information system that evaluates, analyzes and processes an organization's data to produce meaningful and useful information based on which the management can take right decisions to ensure future growth of the organization. MIS എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിലൂടെ എന്തിനു സാധിക്കുന്നു, സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ കുറേ ഡിസിഷൻസ് എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ സ്ഥാപനം വളരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഒരുപാട് ഇൻഫോർമേഷൻ നല്ല കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുകയും അനലൈസ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, അതിൽ നിന്നൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് സ്ഥാപനത്തിൻ്റെ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുക, അതിനൊക്കെയുള്ളൊരു സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, MIS എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. സോ MIS ഈസ് എ പ്ലാൻഡ് സിസ്റ്റം ഓഫ് കളക്ടിങ്, storing and disseminating data in the form of information needed to carry out the functions of management. സോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനനുസരിച്ച് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക, മീനിങ് ഫുള്ളായ എന്താണോ മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇൻഫോർമേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മീനിങ്സ് ഗോയിങ് ടു MIS. നമുക്കിനി ഒരു ഡെഫിനിഷൻ നോക്കാം MISൻ്റെ. So, what are the definitions of MIS? First definition given by a simple definition given by Jerome Cantor. He defines MIS as a system that aids management in making, carrying out and controlling decisions. ഇത്രയേ ഉള്ളൂ, പറഞ്ഞ കാര്യം തന്നെയാണ്. മാനേജ്മെൻറ്റിനെ സഹായിക്കുക, എയ്ഡ്സ് മാനേജ്മെൻറ്റ്. എന്തിനൊക്കെ മാനേജ്മെൻറ്റിനെ സഹായിക്കുക? മേക്കിംഗ്, ക്യാരിയിങ് ഔട്ട് ആൻഡ് കൺട്രോളിങ് ഡിസിഷൻസ്. തീരുമാനങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും അത് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന കുറേ സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, MIS എന്ന് പറയുന്നത്. സോ എ സിസ്റ്റം ദാറ്റ് എയ്ഡ് മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ്, ക്യാരി ഔട്ട് ആൻഡ് കൺട്രോളിങ് ഡിസിഷൻസ്. ആൻഡ് അനദർ ഡെഫിനിഷൻ ബൈ കെന്നത്ത് ലൗഡൻ ആൻഡ് Jane P. Loudon, they defines MIS as a set of interrelated components that collects, process, store and distribute information to support decision making, coordination and control in an organization.
ഇത് കുറച്ചുകൂടി വലിയൊരു ഡെഫിനിഷനാണ്, ഇത് തന്നെ പറയുന്നുള്ളൂ. MIS എന്ന് പറഞ്ഞാൽ കുറേ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ്, അത് എന്ത് ചെയ്യുന്നു, കുറേ, അതായത് MIS എന്ന് പറഞ്ഞൊരു ഒറ്റ കാര്യമല്ല, കുറേ കമ്പോണൻസ് ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ മാനേജ്മെൻറ്റിനെ ഡിസിഷൻസ് എടുക്കുവാൻ സഹായിക്കുന്നു എന്ന് പറയുന്ന ഒരു മൊത്തത്തിലൊരു സിസ്റ്റമാണ്, കുറേ കാര്യങ്ങൾ കൂടി ചേർന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കാനുള്ള ഒരുപാട് ഇൻഫർമേഷൻ വേണം. അത് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാൻ സ്ഥാപനത്തിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടി ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മളെ ഡാറ്റ റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ് വരുന്നു. ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെക്കുറിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ MIS അവരുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ ആ രോഗിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡാറ്റ, നമുക്ക് പറയാം, ഇപ്പം ഡാറ്റ എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ചുള്ള വിവരം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ എന്താണോ ആ സ്ഥാപനത്തിന് ആവശ്യം ആ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് MIS ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഒരു MISൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് നോക്കാം. ചില ഡെഫിനിഷൻ്റെ ബേസിൽ MISന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, യൂസർ മെഷീൻ സിസ്റ്റം. യൂസർ മെഷീൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് എന്തൊക്കെ വേണം, പീപ്പിൾസും വേണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറും വേണം. അല്ല കമ്പ്യൂട്ടർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല. സോ എനി ടാസ്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് പെർഫോംഡ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പീപ്പിൾ. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറും യൂസേഴ്സും ഒരുമിച്ച് ഒരു MISൽ വർക്ക് ചെയ്തുകൊണ്ടാണ് യൂസർ മെഷീൻ സിസ്റ്റം. യൂസറും ഉണ്ടാവും, മെഷീനും ഉണ്ടാവും. ദാറ്റ് ഈസ് യൂസർ മെഷീൻ സിസ്റ്റം. ആൻഡ് സെക്കൻഡ് വൺ, നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാൻഡ് സിസ്റ്റമാണ്. ഒരു MIS എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻഫർമേഷൻ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ് ഓൾ ദി മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ സബ് സിസ്റ്റംസ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ സബ് സിസ്റ്റം ചേർന്നതാണ്. അവിടെ എന്തുണ്ടാവും, ഫിനാൻസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാ സബ് സിസ്റ്റത്തിനും കൂടി ഒന്നിച്ച് കൊണ്ടുവന്നൊരു മെയിൻ സിസ്റ്റമാക്കി മാറ്റണം. അപ്പോൾ MIS കുറേ കാര്യങ്ങൾ കൂടി ചേർന്നൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, നീഡ് ഫോർ എ ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫയൽ, ഒരു സൂപ്പർ ഫയൽ ദാറ്റ് കണ്ടെയ്ൻ എ ബണ്ടിൽ ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് അറ്റ് ദ സെയിം ഇറ്റ് ക്യാൻ ബി റിട്രീവ്ഡ് വെൻ ദ യൂസർ നീഡ്സ് ഇറ്റ്. ഇത് യൂസർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ബണ്ടിൽ ഓഫ് ഡാറ്റയാണെന്ന് പറയുന്നത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കോളേജിലാണെങ്കിൽ നമ്മൾ കോളേജിലെ കുട്ടികളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതൊരു ഡാറ്റാബേസ് ആണ്. നമുക്കത് ആവശ്യമുള്ളപ്പോൾ ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു ഡാറ്റാബേസ് MISന് ഉണ്ടായിരിക്കണം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നല്ലൊരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. ദെൻ അറ്റ് ലാസ്റ്റ് പോയിന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് മോഡൽസ്. ഓരോ സ്ഥാപനത്തിനും അനുസരിച്ച മോഡൽസ് വിൽ യു സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ. ദർ ആർ ലോട്ട് ഓഫ് മോഡൽസ് ലൈക്ക് ഹൈറാർക്കിയൽ മോഡൽ, റിലേഷണൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. നിങ്ങൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. അപ്പോൾ എന്താണ് ഒരു സ്ഥാപനത്തിന് അനുയോജ്യമായ മോഡൽ, ആ മോഡൽ അവർ യൂട്ടിലൈസ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡൽ. ചില സ്ഥാപനത്തിന് ഹൈറാർക്കിയൽ മോഡലായിരിക്കും നല്ലത്, ചിലടത്ത് നെറ്റ്വർക്ക് മോഡലായിരിക്കും നല്ലത്. അപ്പോൾ ഏത് മോഡലാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ആ മോഡൽ യൂസ് ചെയ്യണം. സോ ദീസ് ആർ ദി ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് MIS. യൂസർ മെഷീൻ സിസ്റ്റം, ഇത് കമ്പ്യൂട്ടറും ഒരു യൂസറും ഉണ്ടായിരിക്കും ഒരു MISന്. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം കുറേ സബ് സിസ്റ്റംസ് കൂടി ചേർന്നതാണ്. അത് എല്ലാം കൂടി കൂടി ചേർന്ന ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. നീഡ് ഫോർ എ ഡാറ്റാബേസ്, അതായത് ഒരു ബണ്ടിൽ ഓഫ് ഡാറ്റ ആവശ്യമുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് മോഡൽ, ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്, അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് MIS. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് MIS? ആ MISൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, MISൻ്റെ എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് പഠിക്കുന്ന കാലം തൊട്ട് പഠിക്കുന്നതാണ്. വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് കംപ്രൈസിങ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ബിസിനസ് ഓർഗനൈസേഷൻ. ദാറ്റ് മീൻസ് management makes many plans by setting objectives and deciding the best course of action for achieving that objectives. ഓരോ സ്ഥാപനത്തിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ട പ്ലാനുകൾ തയ്യാറാക്കുക, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതെല്ലാം ചേർന്നതാണ് എന്ത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ MISൽ നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ,
ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. Information, we studied that information that is a meaningful data to the recipient, processed data. നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ആൾക്ക് മീനിങ് ആക്കുന്ന രീതിയിലുള്ളതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ നല്ലൊരു ഇൻഫോർമേഷൻ വേണം. ദെൻ ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഓർഡർ ആൻഡ് അറേഞ്ച്മെൻറ്റ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ സബ് എലമെൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു സിസ്റ്റം ഉണ്ടാകുന്നതെന്ന്. ആൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണെന്ന്. അപ്പോൾ കുറേ സബ് സിസ്റ്റംസ് കൂടിച്ചേർന്ന കുറേ എലമെൻറ്റ്സ് കൂടിച്ചേർന്നതാണ് സിസ്റ്റം. അപ്പോൾ MIS എന്ന് പറഞ്ഞാൽ അതിൽ മാനേജ്മെൻറ്റ്, കൃത്യമായ പ്ലാനിങ് വേണം. അവിടെ ഇൻഫർമേഷനെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അതിന് കൃത്യമായൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് MIS. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് MIS.